അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് വെലോസിറ്റിയും സ്പീഡും എന്താണ് വ്യത്യാസം നോക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് എന്താണ് ഡിസ്പ്ലേസ്മെന്റിന് ഉണ്ടാകുന്ന വേരിയേഷനെ പറയുന്ന പേരാണിത് വെലോസിറ്റി. അപ്പം ഒരു നിശ്ചിത സമയത്ത് ഒരു സെക്കൻഡിനുള്ളിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അത് കണക്കാക്കുന്നതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സമയത്തിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് വെലോസിറ്റി. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും, നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരൊറ്റ ഡെഫിനിഷൻ ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കാം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ദ ടൈം എന്ന് പറഞ്ഞാലും വെലോസിറ്റി തന്നെയാണ് കേട്ടോ. അതിപ്പോ ഏത് ഡെഫിനിഷൻ അങ്ങനത്തെ ചെയ്യാം. ഇനി ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. നമ്മൾ നേരത്തെ കണ്ടു. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. മീറ്റർ ബൈ സെക്കൻഡിനെ നമ്മൾ എന്ത് ആക്കിയെടുക്കുന്നു? മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആക്കിയിട്ട് ഇങ്ങനെ ചരിച്ചെഴുതാം. ചരിച്ചിട്ടാണ് പറഞ്ഞിടുക കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ്. സ്പീഡ് ഇസ് എന്താണ്? റേഷ്യോ ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് സ്പീഡ്. ഇവിടെ നേരെ തിരിച്ച് എന്താണ്? ഡിസ്റ്റൻസിന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സഞ്ചരിച്ച ദൂരത്തെ പറയുകയാണെങ്കിൽ അത് സ്പീഡ് എന്ന് പറയും. അപ്പൊ നമുക്ക് അതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെ എത്തി, ഒരു ഷോപ്പിലേക്ക്. അപ്പൊ ആദ്യം എല്ലാവരും ഒരേ സ്പീഡിലല്ലല്ലോ പോവുക, എല്ലാവരും ഒരേ ഇതിലല്ല പോവാ. ഇപ്പം ആദ്യം നിങ്ങൾ പോകുന്ന പലരും വേഗത്തിലാണ് സഞ്ചരിക്കുക. അതായത് സഞ്ചരിക്കുന്ന സമയം രണ്ടും ദൂരം ഒരേപോലെയാണ്. വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് എത്തുന്നത് രണ്ടുപേരും ഒരേപോലെ. ഇപ്പൊ എ എന്നൊരു കുട്ടിയും ബി എന്നൊരു കുട്ടിയും ഉണ്ട് വിചാരിക്കാം. അപ്പം എ എന്നൊരു കുട്ടി ആദ്യം ഷോപ്പിലേക്ക് എത്തുന്നു. അത് 2 സെക്കൻഡിലൂടെയാണ് ആ കുട്ടി എത്തുന്നത്. എന്നാൽ ബി എന്നൊരു കുട്ടി ആ ഷോപ്പിൽ എത്തുന്നത് 4 സെക്കൻഡ് ആണെങ്കിൽ അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടാകുക? വെലോസിറ്റി ഉണ്ടാകുക? അല്ലെ, ദൂരമാണല്ലോ. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാകുക? സ്പീഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാർക്കാണ്? കുറഞ്ഞ സമയത്തിലൂടെ സഞ്ചരിച്ച കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാകുക. ടൈം കുറയുന്നതനുസരിച്ച് സ്പീഡ് കൂടുന്നു. ഡിസ്റ്റൻസ് അതേപോലെ ടൈം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു നിശ്ചിത 2 സെക്കൻഡ് ആണ് വിചാരിച്ചോ. 2 സെക്കൻഡിനുള്ളിൽ തന്നെ പോകണം. അപ്പൊ ദൂരം ആക്കിയാൽ മതി. ദൂരം കൂടുന്നതിനനുസരിച്ച് ദൂരം കൂടുകയാണ്. ഇന്ന സമയത്തിനുള്ളിൽ ദൂരം കൂടുതൽ കുറെ ദൂരം സഞ്ചരിക്കുകയാണ്. 2 സെക്കൻഡിനുള്ളിൽ 10 മീറ്റർ സഞ്ചരിക്കുന്നതും 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ആർക്കാ സ്പീഡ് കൂടുതൽ ഉണ്ടാകുക? ആ ദൂരം കൂടുന്ന സമയത്ത് സ്പീഡ് കൂടുന്നു. എന്നാൽ ടൈം കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂടാനുള്ള 2 കണ്ടീഷനാണ്. നേരെ തിരിച്ചും പറയാം. ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുന്നു. ടൈം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുന്നു. ഓക്കെ, അപ്പൊ സ്പീഡിന്റെ കണ്ടീഷൻ ഓക്കെ ആയി. ഇനി ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിന്റെ കേസിൽ സെയിം കണ്ടീഷൻ തന്നെ. അപ്പൊ ഇതിൽ ഒരു കുട്ടി ഇങ്ങനെ പോവാണ്, ഇന്ന വഴി കൂടെയാണ് ഇവിടെ എത്തുന്നത്. അപ്പം അതെന്താണ്? ഇന്ന വഴി കൂടെ ആയതുകൊണ്ട് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുന്നത്? സെയിം കണ്ടന്റ് തന്നെ, പിന്നെ ഡിസ്റ്റൻസിന്റെ അതേ സെയിം കണ്ടന്റ്, ഇന്ന ഡിസ്റ്റൻസിൽ ഇത്രയാണ് പോകുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇവിടെ ഈ വഴി കൂടെയും പോവാം, ഈ വഴി കൂടെയും പോവാം. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഈ വഴിയിലൂടെയും പോയാലും സ്കൂളിലെത്താം, ഈ വഴി കൂടെ പോയാലും സ്കൂളിലെത്താം. അപ്പൊ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ട വഴി ഏതായിരിക്കും? ഷോപ്പിൽ വന്നിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ വെലോസിറ്റി കൂടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ടൈം ഇപ്പൊ ഇവിടെ ഏറ്റവും ടൈം കുറഞ്ഞ രീതിയിൽ കിട്ടാനുള്ള ദൂരം ഏതാ നോക്കും. ടൈം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇതാക്കാൻ ഇവിടെ കൂടുതൽ ടൈം കൂടുതൽ, ഇതിന് ഏറ്റവും കൂടുതൽ ടൈം കൂടുതൽ ഏതിനുണ്ടാകാം? ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതിന് ടൈം കൂടുതൽ ഉണ്ടാവില്ല, ഷോപ്പിൽ വന്നിട്ട് പോകുന്നതിന്. എന്നാൽ വീടും ഇതും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. ടൈം വളരെ കുറഞ്ഞു പോകുന്ന ഏതായിരിക്കും? സ്കൂളും ഹോമും തമ്മിലുണ്ടാകുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക?
അറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ടൈം ഷോർട്ടസ്റ്റ് ഇതിൽ പോവുക. അപ്പോൾ അതുകൊണ്ട് അതും വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്പീഡ് കണ്ടെത്താൻ ഡിസ്റ്റൻസിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മീറ്ററിലാണ്, ഡിസ്റ്റൻസ് എന്താണ് മീറ്ററിലാണ്, ടൈമും സെക്കൻഡിലാണ്. അതുകൊണ്ട് ഇതിന്റെ യൂണിറ്റും സ്പീഡിന്റെ യൂണിറ്റും എന്താണ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അടുത്തത് ആക്സലറേഷൻ. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്റർ എ ആണ് ആക്സലറേഷന്റെ നൊട്ടേഷൻ. എന്താണ് ആക്സലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് ഓർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സ്പീഡോ വെലോസിറ്റിയോ ആകാം കേട്ടോ, രണ്ടും ഏതെങ്കിലും ഒന്നാകാം, സ്പീഡ് ആകാം വെലോസിറ്റി ആകാം. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ചോ അല്ലെങ്കിൽ സ്പീഡിന് ഉണ്ടാകുന്ന ചേഞ്ചസിനോ പറയുന്ന പേരാണ് ആക്സലറേഷൻ. നമ്മുടെ ആക്സലറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും വണ്ടിയിലൊക്കെ. ആക്സലറേറ്റർ എന്താ പറയാ, ഒരു നിശ്ചിത സമയത്തിൽ നിങ്ങൾ കുറച്ച് ആക്സലറേറ്റർ കൊടുക്കുന്നു അല്ലേ, എന്നാൽ കുറച്ചും കൂടി ഇത് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ആക്സലറേറ്റർ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി വേഗത്തിൽ പോകും അല്ലേ. അപ്പം ആക്സലറേറ്റർ അതുകൊണ്ടാണ് ആക്സലറേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ആക്സലറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. നോക്കാം, ഇതില് വെലോസിറ്റി ഇനീഷ്യൽ ആയിട്ട് വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫൈനൽ വെലോസിറ്റിയെ വി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് എത്താണ്. അപ്പൊ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ കുട്ടിക്ക് വെലോസിറ്റി ഉണ്ടോ, സഞ്ചരിക്കുമ്പോൾ എന്ന സമയത്തിനുള്ളിൽ ഡിസ്റ്റൻസ് എന്തെങ്കിലും മാറിയിട്ട് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ വെലോസിറ്റി ടൈമും സീറോ ആണ്. അപ്പൊ എന്തുകൊണ്ട് എന്ത് ചെയ്യണം, അവിടത്തെ കേസിൽ എന്താണ് വീട്ടില് എന്താണ് വെലോസിറ്റി ഉണ്ടായിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി സീറോ. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി, യു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫൈനൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ട് കിട്ടുന്ന വെലോസിറ്റിയെ എന്ന് പറയുന്നു സ്മോൾ ലെറ്റർ വി എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഈ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുണ്ടാകുന്ന വെലോസിറ്റികൾ തമ്മിലുണ്ടാകുന്ന ചേഞ്ച് കിട്ടുമല്ലോ അല്ലേ. ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഉണ്ടാകുന്ന വെലോസിറ്റിയിലെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ ആണെങ്കിൽ ഇവിടെ ഇപ്പം 10 ആണെന്ന് വിചാരിക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി എങ്കിൽ 10 മൈനസ് 0 ഇസിക്കൽ ടു അതായിരിക്കും അവിടുത്തെ എന്തുണ്ടാകുക, ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുക. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇനീഷ്യൽ ഉണ്ടായിരുന്ന ടൈം മൈനസ് ഫൈനൽ ഉണ്ടായിരുന്ന ടൈം, അതിനാണ് ഒറ്റയ്ക്ക് എന്താണ് സ്മോൾ ലെറ്റർ ടി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. അതായത് വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. അത് മറന്നു പോയത്, മാറിപ്പോകുന്ന ഏറ്റവും ചാൻസ് ഉള്ളതാണ്. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. വി എന്ന് പറയുന്നത് അവസാനത്തെ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ആദ്യത്തെ വെലോസിറ്റി. ടി എന്ന് പറയുന്നത് T1 ഉം T2 ഉണ്ടാവും. T2 മൈനസ് T1 ആണെന്ത് ടി എന്ന് പറയുന്നത്. T1 എന്ന് പറയുന്നത് വീട്ടിലുണ്ടാകുന്ന സമയത്ത്, T2 എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള സമയത്ത്. അപ്പൊ രണ്ട് തമ്മിലുണ്ടാകും T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു അതാണ് എന്ത് ചെയ്യുക, ടി ആയിട്ട് കണക്കാക്കാം. ഇത് യൂണിറ്റ് കണക്കാക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിൽ വെലോസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക, വെലോസിറ്റി എന്നില്ല കിട്ടുക. അപ്പൊ വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ ടൈമിന്റെ യൂണിറ്റ് വേറുന്നുണ്ട്. ഇത് മീറ്റർ ഇവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിന്. ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്. അപ്പൊ അഗെയിൻ സെക്കൻഡ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് എന്ത് ഇതിന്റെ യൂണിറ്റ്, ആക്സലറേഷന്റെ യൂണിറ്റ്. ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാം. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ, ഈ വീഡിയോ ഒക്കെ എൻ്റെ മിസ്റ്റർ എൻജി എന്ന ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട എത്രയാണ്, നിങ്ങൾ ഫേസ്ബുക്കിൽ മിസ്റ്റർ എൻജി എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ എന്നെ മിസ്റ്റർ എൻജി എന്നുള്ള പേജ് ഫോളോ ചെയ്യാം.